ഇന്നത്തെ ഗോസ്പലിൽ ഫരിസേയർ ഈശോയും ശിഷ്യന്മാരെയും കുറ്റപ്പെടുത്തുന്നത് അവർ സാപത്തിൽ പണിയെടുത്തെന്ന് പറഞ്ഞിട്ടാണ്. എന്ത് പണിയാണ് അവരെടുത്തേ? അവർ കുറച്ച് കതിര് പറിച്ച് തിന്നു വിശന്നപ്പോൾ. ഇതാണ് അവർ ചെയ്ത കുറ്റം. അപ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി അവർ സൂപ്പർ ഹീറോ ഇട്ട് കരുതുന്ന ദാവീദ് രാജാവിൻ്റെ ഒരു സംഭവമാണ്. 1 സാമുവേൽ 21 അധ്യായത്തിലേക്ക് പോകണം. അവിടെ നമ്മൾ കാണുന്ന സാവൂൾ രാജാവ് ദാവീദിനെ കൊല്ലാൻ നോക്കുമ്പോൾ ദാവീദും കൂട്ടുകാരും ഒളിച്ചോടാണ്. 3 ദിവസമായിട്ട് അവർ ഒളിവിലാണ്, അവർക്ക് ഫുഡൊന്നുമില്ല. അങ്ങനെയാണ് അവർ വിശന്നപ്പോൾ അഹിമലേക്ക് എന്ന് പറഞ്ഞ പുരോഹിതൻ്റെ അടുത്ത് എത്തുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അപ്പം വേണം. അപ്പം അഹിമലേക്ക് പറഞ്ഞു, ഇവിടെ വിശുദ്ധ അപ്പം മാത്രമേ ഉള്ളൂ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട അപ്പം മാത്രമേ ഉള്ളൂ, അത് പുരോഹിതർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ പറഞ്ഞു, 5 തരണം, വിശപ്പ് മാറ്റണം. അങ്ങനെ അഹിമലേക്ക് പുരോഹിതർക്ക് വേണ്ടി മാത്രം കഴിക്കാൻ പറ്റുന്ന അപ്പം എടുത്തിട്ട് ദാവീദിന് കൊടുക്കുകയാണ്. ശരിക്കും സൂപ്പർ ഹീറോ ആരാണ്? ദാവീദല്ല. സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നിയമങ്ങൾ തെറ്റിച്ച് പുരോഹിതർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന അപ്പം എടുത്ത് ദാവീദിന് കൊടുത്ത അഹിമലേക്ക് എന്ന പുരോഹിതനാണ്. അദ്ദേഹത്തിന് അതങ്ങനെ തെറ്റിക്കാൻ കഴിഞ്ഞു. കാരണം എന്താണ് ആ നിയമത്തിൻ്റെ പൊരുളെന്ന് ഈ പുരോഹിതന് അറിയാമായിരുന്നു. കാരണം ദഹനബലിക്ക് സമർപ്പിക്കുന്നതിൻ്റെ ഒരു പോർഷൻ അത് പുരോഹിതർക്കുള്ളതാണ്. കാരണം എന്താണ്? അവർക്ക് ജോലിയില്ല, സാലറി ഇല്ല, അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം പാടില്ല, കൃഷി പാടില്ല. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഭക്ഷണം അത് ജനങ്ങൾ കൊടുക്കുന്ന ബലിയുടെ ഒരു പോർഷനാണ്. അപ്പോൾ അപ്പം ഇല്ലാത്തവനാണ് ആ അപ്പം കഴിക്കാനുള്ള യോഗ്യതയുള്ളത്. അപ്പോൾ ഈ പുരോഹിതൻ നോക്കുമ്പോൾ എന്താ, എനിക്കപ്പമില്ല, എനിക്ക് കഴിക്കാനുള്ള യോഗ്യതയുണ്ട്. ഈ 3 ദിവസമായിട്ട് ദാവീദും കൂട്ടുകാരും പട്ടിണിയാണ്, അവർക്ക് അപ്പമില്ല, അപ്പോൾ അവർക്കത് കഴിക്കാനുള്ള യോഗ്യതയുണ്ട്. അതാണ് അഹിമലേക്കിന് സൂപ്പർ ഹീറോയ്ക്ക് മാറ്റുന്നത്. എനിക്കറിയാവുന്ന ഒരച്ഛനുണ്ട്, കൊച്ചച്ഛനാണ്. അച്ഛൻ ഫുഡ് ഡെലിവറി ബോയ് ആയിട്ട് രാത്രി ജോലിക്ക് പോകും. കൂടുതൽ പൈസ ഉണ്ടാക്കാനാണ്. എന്തിനാണ്? അച്ഛൻ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. വേറൊരു വൈദികൻ്റെ ഒരു വാർത്ത പത്രത്തിൽ വന്നു, ആംബുലൻസ് ഡ്രൈവറായിട്ട് പോവാണ്, ഫ്രീ ആയിട്ട് ആംബുലൻസ് ഓടിക്കുന്നൊരച്ഛൻ. ഇങ്ങനെ നാട്ടുനടപ്പും നിയമങ്ങളും ഒക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കുന്ന ഇത്തരക്കാരല്ലേ ശരിക്കും സൂപ്പർ ഹീറോസ് എന്ന് പറയാം.